മിശിഹായിൽ പ്രിയ ഡീക്കൻ ജോസഫ്, മാതാപിതാക്കളായ തോമസ് റോസ്ലി, ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ ജനറൽ ഫാദർ പോൾ, ഹോളി ക്രോസ് സന്യാസ സമൂഹ അംഗങ്ങളെ, ധർമ്മടം കുടുംബാംഗങ്ങളെ, ബസലിക്ക ഇടവാംഗങ്ങളെ, പ്രത്യേകിച്ച് ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് പങ്കാളികളാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, സീറോ മലബാർ സഭയിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് ആദ്യമായാണ് ബധിരനായ ഒരു വ്യക്തി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ആളാണെന്നാണ് പറയുന്നത്. ലോകത്തിൽ 26ാമത്തെ ബധിര വൈദികനായിട്ടാണ് ഡീക്കൻ ജോസഫ് ഇന്ന് അഭിഷിക്തനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യാകുല മാതാവിൻ്റെ ഈ ബസലിക്കയിൽ ഈ നടക്കുന്ന ഈ തിരുക്കർമ്മം ഭാരതത്തിൽ ഒരു ചരിത്ര സംഭവം തന്നെയായ എന്ന് യുടെ ഡീക്കനോട് പ്രാർത്ഥനയ്ക്കായി സഹായമായി ജോസഫ് എങ്ങനെയാണ് വൈദികനായി ജീവിക്കേണ്ടത്, ഈ വക കാര്യങ്ങളാണ്. ജെറമിയായുടെ പുസ്തകത്തിലെ 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ്. എല്ലാ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ്, ജോസഫിനെ കുറിച്ചുള്ള പദ്ധതിയാണ് ഇന്ന് വെളിപ്പെട്ടത്. ആരാണ് പുരോഹിതൻ? എന്തുകൊണ്ടാണ് പുരോഹിതനാകുന്നത്? എന്തിനാണ് പുരോഹിതനാകുന്നത്? എങ്ങനെയാണ് പുരോഹിതനാകേണ്ടത് എന്ന ചോദ്യത്തിൽ ജോസഫിനോട് ചോദിച്ചപ്പോൾ, അങ്കിൾ ജോർജ് തേർമടച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തലക്കോട്ടുകര ഇടവകയാണെങ്കിലും ബോംബെയിലാണ് വളർന്നത്. വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ജോർജ് അച്ഛനോട് പറഞ്ഞത്രേ, എനിക്ക് അച്ഛനാവണം. ജോർജ് അച്ഛൻ പറഞ്ഞു, നിനക്ക് സംസാരിക്കാനാവില്ലല്ലോ, കേൾക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് തടസ്സം നിന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പുരോഹിതനാകണം. ബോംബെയിലെ കല്യാൺ രൂപതയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച മാതാപിതാക്കളുടെ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ, അങ്കിൾ ജോർജ് അച്ഛനെ കണ്ടപ്പോൾ, അച്ഛന്മാരെ കണ്ടപ്പോൾ അച്ഛനാവണം എന്നുള്ള മോഹം ജോസഫിനുണ്ടായി. പക്ഷേ ബുദ്ധിമുട്ടുകൾ വന്നു. BSc ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ധനായ ഒരാളെ കൊച്ചിയിൽ വൈദികനാക്കി എന്ന് കേട്ടത്. അത് ജോർജ് അച്ഛൻ്റെ അടുത്ത് ചെന്നു, ഡീക്കൻ ജോസഫ്, അന്ന് എനിക്ക് ആയിക്കൂടെ? അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ സ്റ്റാൻലി മിടുക്കനായി പിന്നെ അമേരിക്കയിലെത്തി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഫാദർ ടോം, അമേരിക്കയിലെ ഫാദർ ടോമിനെ കുറിച്ച് കേൾക്കുന്നത്. ഡൊമിനിക്കൻ മിഷണറീസ്. അങ്ങനെ വന്ന് ഫാദർ ടോമിൻ്റെ സഹായത്തോടെ അമേരിക്കയിലെത്തി. അവിടെ വെച്ച് ഫിലോസഫിയും തിയോളജിയും ഒക്കെ വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് മാർപ്പാപ്പ ഈ പയസ് യൂണിയനെ മുഴുവനായി അങ്ങ് അംഗീകരിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, പിന്നെ മാത്രമല്ല ജോസഫിൻ്റെ ആഗ്രഹം മുഴുവൻ ഇന്ത്യയിൽ
ക്രിസ്ത്യാനികൾ കുറവേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ത്യയിലുള്ളവരെ സഹായിക്കണം എന്നുള്ള മോഹത്തോടെ തിരിച്ചെത്തി. ഫാദർ ബിജുവും മറ്റും പറഞ്ഞത് ഏകദേശം ലോകത്തിൽ 5% പേർ ബധിരമൂകരായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 6 കോടിയോളം പേര് ബധിരമൂകരായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയത്തെ ഐമനത്തെ ഹോളി ക്രോസ് സമൂഹത്തെ അറിയുകയും ബാംഗ്ലൂരിൽ ബധിരർക്ക് വേണ്ടി ഫാദർ ഹാരി ആരംഭം കുറിച്ച ആ പ്രവർത്തനത്തിൽ ഈ ബിജു അച്ഛൻ തന്നെ പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ഒരു സമൂഹം, ജീവധ്വനി എന്ന സമൂഹത്തിന് രൂപം കൊടുത്ത് അങ്ങനെ ബിജു അച്ഛനെ കണ്ടുമുട്ടിയതാണ് ഹോളി ക്രോസിൽ ചേരാനായിട്ട് കാരണമായത്. വീണ്ടും ഞാൻ ജോസഫിനോട് ചോദിക്കുക, നിന്റെ മാതാപിതാക്കളോ ഈ ജോർജ് അച്ഛനോ ഈ ബിജു അച്ഛനോ ആണോ ഡീക്കൻ ജോസഫ് അച്ഛനാകാൻ കാരണം? അത് മുഴുവൻ ശരിയല്ല. മാർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 13-ാം വാക്യം, തൻ്റെ ദൗത്യ നിർവഹണത്തിന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. ജോസഫ്, നീ അച്ഛനാവാൻ കാരണം നിന്റെ ഇഷ്ടമല്ല, ഈശോയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, വിളിച്ചു, തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? പുരോഹിതനാകാൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? മാർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, കൂടെയായിരിക്കാൻ. 2, തൻ്റെ ദൗത്യം നിർവഹിക്കാൻ അയക്കപ്പെടാൻ. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ 4 വായനകൾ കേട്ടു. ഒന്നാമത്തേത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ മോശയെ വിളിക്കുന്നതാണ്. ഇസ്രായേൽ ജനതയുടെ രോദനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിക്കനായ ഒരു സാധാരണക്കാരനായ മോശയെ വിളിക്കുക. അത്യാവശ്യം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകണം. മോശയോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നീ ഈ ജനത്തെ മോചിപ്പിക്കണം. അതിന് ഉറപ്പായി പറഞ്ഞത്, നിന്റെ കൂടെ ഞാനുണ്ട്. 2-ാമത്തെ വായന ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞ് വിളിച്ചു. അതുകൊണ്ട് നീ കേവലം ബാലനാണെന്ന് പറയണ്ട. ജെറമിയായോട് പറഞ്ഞതാ. ജോസഫേ, നീ ബധിരനാണ്, മൂകനാണെന്ന് പറയണ്ട. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ജെറമിയായോട് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യണം, ഞാൻ പറയുന്നിടത്തേക്ക് പോകണം. പിന്നെയാണ് തച്ചുടയ്ക്കാൻ, തകിടം മറിക്കാൻ, നട്ടു വളർത്താൻ എന്നെല്ലാം ജെറമിയായോട് പറഞ്ഞത്. അധരത്തിൽ വചനത്തിൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. 3-ാമത്തെ വായന ഹെബ്രായർക്കുള്ള ലേഖനത്തിലാണ്. ജോസഫിനെ വിളിക്കുന്നത് ജനത്തിൽ നിന്നാണ്. തലക്കോട്ടുവരയിൽ റൂട്ടാണെങ്കിലും ഇപ്പോൾ ബസലിക്കയിലുള്ള തേർമടം കുടുംബത്തിൽ നിന്ന്, ഹോളി ക്രോസ് സമൂഹത്തിൽ നിന്ന്, ഈ തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതൻ. ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ പാപപരിഹാരാർത്ഥം
ബലികളും കാഴ്ചവസ്തുക്കളും അർപ്പിക്കാൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. എന്നാൽ തിരഞ്ഞെടുക്കുന്നത് ദൈവത്താലാണ്. അതുകൊണ്ടാണ് 4-ാമത്തെ വായന സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജോസഫ്, നീയല്ല കാരണക്കാരൻ, ഈശോയാണ് കാരണക്കാരൻ. ഈശോ നിന്നെ തിരഞ്ഞെടുത്തതാണ്. അതിനെന്ത് വേണം? ഈശോ പറഞ്ഞു, നീ എൻ്റെ കൂടെയായിരിക്കണം. സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇങ്ങനെ ജോസഫ് ഇന്ന് പുരോഹിതനായി ഉയർത്തപ്പെടാൻ പോവുകയാണ്. കൂടെയായിരിക്കുമ്പോൾ ഈ പദ്ധതി എന്താണ്? പ്രധാനമായിട്ടും അയക്കപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. ജോസഫ് പറഞ്ഞു, അങ്കിളും മറ്റുള്ളവരൊക്കെ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ അതുപോലെ എനിക്കും അർപ്പിക്കണം, ഇല്ലേ? കുർബാനയിലെ ഏറ്റവും പ്രധാന ഭാഗത്ത് വൈദികൻ 4 വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പവും വീഞ്ഞും എടുത്ത് പറയുന്നത്. 4 വാക്കുകൾ. 1, അപ്പം എടുത്തു. 2, വാഴ്ത്തി. 3, മുറിച്ചു. 4, കൊടുത്തു. ജോസഫ്, നിന്നെ എടുത്തിരിക്കുക, ഈ സമൂഹത്തിൽ നിന്ന് എടുത്തിരിക്കുക, തൻ്റെ സ്വന്തമാക്കാൻ, തൻ്റെ കൂടെയാകാൻ, ശിഷ്യനാകാൻ. എടുത്തത് എന്തിനാ? വാഴ്ത്താനാ. ഈ തിരുക്കർമ്മത്തിൻ്റെ തൊട്ടുമുമ്പ് മനോഹരമായി മാതാപിതാക്കള് ജോസഫിൻ്റെ തലയിൽ കൈവച്ച് വാഴ്ത്തി. ജോസഫ് ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാ വാഴ്ത്തല്. ഇന്ന് പ്രത്യേകമായ വിധത്തിലൊരു വാഴ്ത്തലായിരുന്നു. അധികം താമസിയാതെ സ്ലീഹന്മാരുടെ പിൻഗാമി മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ജോസഫിനെ വാഴ്ത്താൻ പോവുകയാണ്. ജോസഫിനെ വാഴ്ത്തുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചിട്ട് അനുഗ്രഹിച്ചപ്പോൾ യഹോവയായ ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കണം, യു ആർ എ ബ്ലെസ്സിങ്. ജോസഫ്, നിന്റെ തലയിൽ ഞാൻ കൈവച്ച് മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കുന്നത് നീ ഒരു അനുഗ്രഹമാകാനാണ്. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, നിന്നിലൂടെ ഈ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ഈ ജോസഫിലൂടെ ഈ തലമുറയെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ളതാ. വിളിച്ചിരിക്കുന്നത് ശിഷ്യനാകാൻ, കൂടെയാകാൻ, ഒപ്പം അയക്കപ്പെടാനാണ്. ഹോളി ക്രോസ് സമൂഹത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ ആഗ്രഹങ്ങൾ നിവൃത്തിയാകാനുള്ള നല്ല സാഹചര്യമായിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഹോളി ക്രോസ് അസോസിയേഷൻ. അത് വൈദികർക്ക്, സഹോദരന്മാർക്ക്, സഹോദരികൾക്കായി അങ്ങനെ മറിയത്തിന്, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ വ്യാകുലമാതാവിന് സമർപ്പിച്ച് അങ്ങനെ വൈദികരുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സമർപ്പിത സമൂഹമായി മുന്നോട്ട് പോവുകയാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഈ സമൂഹത്തെ വളരെ പ്രത്യേകമായ വിധത്തിൽ അംഗീകരിച്ച് വളർത്തുകയുണ്ടായി. ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇവരുടെ പ്രത്യേകമായ വിധത്തിൽ മോട്ടോയായി തിരഞ്ഞെടുത്തത്
കുരിശാണ്. ക്രോസ് ഈസ് അവർ ഓൺലി ഹോപ്പ്. അതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇവരുടെ കാര്യസമായി ടു ബി എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ജനത്തെ പഠിപ്പിക്കുക. ഇന്ത്യയിൽ ഏകദേശം 6 കോടിയോളം ബധിരമൂകരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷം കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ അതിന് ആളെ വേണമെന്ന് ദൈവം തിരഞ്ഞെടുത്തതാ ജോസഫെ. അതുകൊണ്ടാണ് ആദ്യത്തെ ബധിര വൈദികനാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇന്ന് അത് സീറോ മലബാർ സഭയിലെ, ഇന്ത്യൻ സഭയിലെ ആദ്യത്തെ ബധിര വൈദികനാകുമ്പോൾ ജോസഫ് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്തിനാ നീ അച്ഛനാവണേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, യേശു എന്ത് ചെയ്തുവോ അത് ചെയ്യാൻ. യേശു എന്ത് ചെയ്തു? സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവരാജ്യ സ്ഥാപനത്തിനായി യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട്, കർത്താവ് ലൂക്ക 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇറങ്ങി തിരിച്ചു സുവിശേഷം പ്രസംഗിക്കാൻ. ജോസഫ് ജനത്തെ സുഖപ്പെടുത്തണം, വിശുദ്ധീകരിക്കണം, തിന്മകളെ പിശാചുകളെ ബഹിഷ്കരിക്കണം. നിനക്ക് രോഗം സുഖപ്പെടുത്താനുള്ള അധികാരം തരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ 2 കൈവപ്പ് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി പുരോഹിതന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അധികാരപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ 21-22 വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് ചെയ്തത് എന്താ? അവരുടെ മേൽ നിശ്വസിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിനെ ജോസഫിന്റെ മേൽ ആവസിപ്പിക്കുകയാണ്, നിശ്വസിക്കുകയാണ്, അഭിഷേചിക്കുകയാണ്. പച്ച മനുഷ്യനായ ജോസഫ് മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. യേശുവിൻ്റെ വചനം പ്രസംഗിക്കാൻ, പ്രത്യേകിച്ച് മൂകരായിട്ടുള്ളവരുടെ ഇടയിലേക്ക് മിഷണറിയായി, പ്രേക്ഷിതനായി അയക്കാൻ വേണ്ടി, ഈ ജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കാൻ, മാമോദിസ നൽകാൻ, വിവാഹം ആശീർവദിക്കാൻ, സ്ഥൈര്യലേപനം നൽകാൻ, സ്വർഗത്തിലേക്ക് ഒരുക്കാൻ, അങ്ങനെ രോഗീലേപനം നൽകി, അങ്ങനെ ദൈവജനത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന പുരോഹിതനാകാൻ, വിശുദ്ധീകരിക്കുന്നവനാകാൻ, അങ്ങനെ നല്ല ഇടയനായി നയിക്കുന്നവനാകാൻ, അതിനായി ഇതാ ജോസഫ് അഭിഷിക്തനാകുകയാണ്. ജോസഫ് ബലി വസ്തുവാകുകയാണ്, ബലി അർപ്പകനാകാൻ. അജഗണമാകുകയാണ്, ഇടയനാകാൻ. മരിക്കുകയാണ്, ക്രിസ്തുവായി ഉയർത്തെഴുന്നേൽക്കാൻ. ശിഷ്യനാകുകയാണ്, സ്ലീഹയാകാൻ. അങ്ങനെയാണെങ്കിൽ ജോസഫ്, ഇന്ന് നിന്നെ കർത്താവ് സ്വന്തം ചേർത്ത് കുരിശിനോട് ചേർക്കുകയാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് കിടക്കലാണ് പുരോഹിതന്റെ ദൗത്യം. അതുകൊണ്ട് ഹോളി ക്രോസ് സമൂഹത്തിൽ അംഗമാകുമ്പോൾ കുരിശ്, അതാണ് നിന്റെ പ്രത്യാശ, അതാണ് നിന്റെ ശക്തി. ആ കുരിശിൽ കിടക്കും. ഇന്ന് ജനറൽ ബ്രദറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മുറിയിൽ വെച്ച്, ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു ദിവസമാണ്, വേർക്കുകയാണ്. ആ കുരിശ് നന്നായിട്ട് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഈ കുരിശിൽ കിടക്കുന്ന ഡേവിസിൻ്റെ കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. ഭയപ്പെടേണ്ട.
കുരിശ് കിരീടമായി മാറും. മരണം ഉത്ഥാനത്തിലേക്ക് നയിക്കും. ജോസഫിന്റെ തലമുടി മുറിച്ചു, നിങ്ങൾ കണ്ടു കാണും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം നാം 22-24 വാക്യങ്ങൾ വായിക്കുന്ന പോലെ, ജോസഫ്, നീ നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നീ ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമുക്കിപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ജോസഫിനെ സമർപ്പിക്കാം. നിയമാവർത്തന പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ ജോഷുവ അമലേക്കിനുമായ യുദ്ധം നടത്തുന്ന കാര്യം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അഹ്റോനും ഹൂറും മോശയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ കൈകൾ എപ്പോഴൊക്കെ താന്നുവോ അപ്പോഴൊക്കെ കിട്ടുന്ന റിപ്പോർട്ട് തോൽക്കുന്നതാ. അഹ്റോനും ഹൂറും ഒരു സൂത്രം കണ്ടുപിടിച്ചു. കല്ലെടുത്ത് അവർ മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. പകൽ നീണ്ടുപോയി. ജോഷുവ യുദ്ധത്തിൽ വിജയിച്ചു. ഈ ജോസഫ് ഉണ്ടാകണം മോശയെ പോലെ. ഹോളി ക്രോസ് സമൂഹാംഗങ്ങളെ, മൂകരായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പുരോഹിതനായി ഉയർത്തപ്പെടുന്ന ജോസഫ് തൻ്റെ ജീവിത യുദ്ധത്തിൽ കുരിശ് യാത്രയിൽ വിജയിക്കണമെങ്കിൽ മോശയെപ്പോലെ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടാകണം. പരിശുദ്ധ അമ്മയോട്, വ്യാകുല മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥത തേടി ഈ ജോസഫിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി അനുസരിച്ചാണ് ജോസഫിന്റെ പൗരോഹിത്യ ജീവിതം വിജയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമെങ്കിൽ കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചേ. കൈകൾ കൂപ്പിപ്പിടിക്കുക. ഈ ജോസഫിനെ ഈശോയ്ക്ക് സമർപ്പിക്കുക. ജോസഫ് തന്നെ ഇതാ ഞാൻ, എന്നെ അയച്ചാലുമെന്ന് ഐസിയായെ പോലെ പറയാൻ പോകുക. പരിശുദ്ധാത്മാവ് വരികയാണ്. സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആവസിക്കാനുള്ള ഗാനം പാടാൻ പോകുകയാണ്. നമുക്ക് ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജോസഫിൻ്റെ മേൽ ഇറങ്ങി വരയണമേ. ഞങ്ങൾക്ക് ബദിരനാണെങ്കിലും ഒരു പുരോഹിതനായി ഞങ്ങൾക്ക് ജോസഫിനെ ഞങ്ങളുടെ അച്ഛനായി ഞങ്ങൾക്ക് തരയണമേ. പരിശുദ്ധ അമ്മേ, ജോസഫിനെ പ്രത്യേകം കാത്തുകൊള്ളണമേ. നിന്റെ തിരുസുതന്റെ പുരോഹിതനായി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകിച്ച് തരയണമേ. നമുക്കൊരു നിമിഷ സമയം നിശബ്ദതയിൽ ജോസഫിനെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി കുരിശിനെ നോക്കി പ്രാർത്ഥിച്ച് നമുക്കൊരു നിശബ്ദതയിൽ അല്പസമയമായിരിക്കാം.